സായി പണപ്പെട്ടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഋഷി ആ ഒരു പണപ്പെട്ടി എടുക്കുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല എടുക്കുമെന്ന്. കാരണം ഋഷിനെ പലതവണ ആ ഒരു പണപ്പെട്ടി എടുക്കാൻ സായിയും അഭിഷേകും അടക്കമുള്ളവർ പറഞ്ഞതാണ്. ഋഷി അതിനെപ്പറ്റി ചിന്തിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ ഋഷി പറയുന്നത് ഇങ്ങനെയാണ്, ഋഷി പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്, ആ ഒരു വോട്ടിൽ വിശ്വാസമുണ്ട് എന്നാണ് പലതവണയും ഋഷി പറഞ്ഞുകൊണ്ടിരുന്നത്. സായി ഒരുപക്ഷെ ആ ഒരു 5 ലക്ഷം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഋഷി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഋഷി ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഋഷി നേരെ ടോപ്പ് 5ലേക്ക് പോകും എന്ന് 100% ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴായിട്ട് ഈ അഭിഷേകും അതുപോലെ തന്നെ സായിയും സിജോ ഒക്കെ ചോദിച്ച സമയത്ത് ഋഷി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരാള് വീക്കെൻഡിൽ വന്നിട്ട് സായി ആ കാണിച്ച് ശരിയായില്ല, സായിയുടെ കയ്യിൽ നമുക്ക് തട്ടിപ്പറിച്ച് മേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല എന്നൊക്കെയാണ് ഋഷി പറയുന്നത്. ഋഷിക്ക് എടുക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഋഷിക്ക് അവരോടൊന്ന് സൂചിപ്പിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ഋഷി അവരുടെ അടുത്ത് സായിയൊക്കെ ഓൾറെഡി വന്ന് ചോദിച്ചാണ്, ലൈവില് പലതവണ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ? അതുപോലെ അഭിഷേക് കുറെ തവണ ചോദിച്ചാണ്. അഭിഷേക് ഋഷിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട് ബിഗ് ബോസ് വരെ വാൺ ചെയ്തതാണ്, ഒരാളെ അങ്ങനെ മണി ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രേരിപ്പിക്കരുത് എന്ന് ബിഗ് ബോസ് സഹിതം വാൺ ചെയ്തതാണ്. അങ്ങനെ ഋഷിയുടെ അടുത്ത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് പല ആൾക്കാരും. അപ്പോഴൊക്കെ ഋഷി വോട്ടിൽ വിശ്വാസമുണ്ട്, താൻ ടോപ്പ് 5ലെത്തും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്, കപ്പടിക്കുമെന്ന് തന്നെയാണ് ഋഷിയുടെ മനസ്സിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സായി ആ ഒരു മണി ബോക്സ് എടുത്തില്ലായിരുന്നുവെങ്കിലും ഋഷി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 20 ലക്ഷം വെക്കുമെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസിന് ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ്. 1 ലക്ഷം വെച്ചാലും 5 ലക്ഷം വെച്ചാലും 10 ലക്ഷം വെച്ചാലും ബിഗ് ബോസിന് കിട്ടാൻ പോകുന്നത് ഒരു കണ്ടന്റ് മാത്രമാണ്, ഈ ഒരു മണി ബോക്സിന്റെ കണ്ടന്റ്. അതുകൊണ്ട് അധികം ഓവർ ആയിട്ടുള്ള എമൗണ്ട് ഒന്നും വെക്കത്തില്ല. 20 ലക്ഷം എന്ന് പറയുന്നത് ഒന്നാം സമ്മാനം കിട്ടുന്ന 50 ലക്ഷമാണ്. അതിന്റെ നേർ പകുതിയേക്കാളും ഒരു 5 ലക്ഷം മാത്രമേ കുറവുള്ളൂ. അങ്ങനെയൊന്നും വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.